ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നവരാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഇസാഫ് ബാങ്കാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് രൂപ അവരിപ്പോൾ പിടിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ അറിയുന്നില്ല. എനിക്ക് മെസ്സേജ് പോലും വരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ മാസം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 300, 500, 600 രൂപ എൻ്റെ അടുത്ത് എന്തിട്ടുണ്ട് ഇസാഫ് ബാങ്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്നറിയാം, മെസ്സേജ് ഒന്നും വരുന്നില്ല, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസയും പോകുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ബാങ്കിൽ വിളിച്ചു നോക്കി. നോക്കിയപ്പോൾ അവർ പറയുന്നത് അവർക്ക് അറിയില്ല, അതെന്താ അങ്ങനെ പോയതെന്നൊന്നും അറിയില്ല. അവരൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇൻഷുറൻസ് 20 രൂപ പിടിക്കുന്നുണ്ട്, മിനിമം ബാലൻസ് 2000 രൂപ ഇല്ലെങ്കിൽ അതിന് 60 രൂപ പിടിച്ചിട്ടുണ്ട്. അത് കൂടാതെ SMS ചാർജ് എന്ന് പറഞ്ഞിട്ട് 147 രൂപ SMS ചാർജ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ SMS ചാർജ് ഒന്നും ഇതുവരെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടില്ല. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു പൈസ പിടിക്കുന്നുണ്ട്, നമുക്കൊരു ഇൻഫർമേഷൻ തരണ്ടേ. നമ്മുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് അവിടെ 2000 വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇവർ തന്നെ പൈസ പിടിച്ചിട്ട് മിനിമം ബാലൻസ് 2000 ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനും ഇവരെന്ത് ചെയ്യുക, പൈസ പിടിക്കുക. അപ്പോൾ ഇൻഷുറൻസിൻ്റെ 20 രൂപ എന്ന് പറയുന്നതൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇൻഫോർമേഷൻ ചെയ്യാതെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും സാധാരണക്കാരായിട്ടുള്ളവർ ആരും എന്ത് ചെയ്യില്ല, ഇത് ചെക്ക് ചെയ്യുന്നില്ല, അക്കൗണ്ട് ചെക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത് എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മളിങ്ങനെ പണിയെടുത്തിട്ട് അക്കൗണ്ട് കൊണ്ടുപോയിട്ട് സേവിങ്സ് ആയിട്ട് അതെന്ത് ചെയ്യുക, ഇസാഫ് ബാങ്ക് കട്ടുകൊണ്ട് പോവുക. നമ്മൾ പണിയെടുത്ത് നമ്മൾ പൈസ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ബാങ്ക് അങ്ങ് കട്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജ് തരുന്നില്ല, ഈ പൈസ എങ്ങനെ പോയി, എങ്ങനെ പിടിച്ചു എന്നുള്ള മെസ്സേജ് ഒന്നും അവരെന്ത് ചെയ്യുന്നില്ല, തരുന്നില്ല. അപ്പോൾ വിളിച്ച് ചോദിക്കുമ്പോഴാണ് എന്ത് അറിയുന്നത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. SMS ചാർജ് ഇങ്ങനെ 147 രൂപ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഇസാഫ് ബാങ്കിൽ നിന്ന് ഈ വർഷം തന്നെ എൻ്റെ 800 രൂപയോളം മൊത്തം പിടിച്ചു. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 200 രൂപ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ് പിടിച്ചത്, എന്തിനാണ് പിടിച്ചത്? അപ്പോൾ പറഞ്ഞു 59 രൂപ മിനിമം ബാലൻസ് ഇല്ലായിട്ടാണ്. ഓക്കെ, 59 രൂപ മിനിമം ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് പിടിച്ചത്. ഓക്കെ, ബാക്കി 141 രൂപ ഉണ്ട്. ഈ 141 രൂപ എന്തുകൊണ്ടാണ് പിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് SMS ചാർജാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതുവരെ എന്തില്ല, SMS ചാർജ് അക്കൗണ്ടിൽ നിന്ന് പിടിച്ചിട്ടില്ല. ഇതുവരെ ഈ വർഷം ഇത്ര വർഷമായിട്ട് എന്തില്ല, SMS ചാർജ് ഒന്നും ഇല്ല. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ SMS ചാർജ് പുതിയതായിട്ട് ഈ വർഷം തുടങ്ങിയതാണ്. ഈ വർഷമാണ് ഈ SMS ചാർജ് പിടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഈ വർഷം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇൻഫോം ചെയ്യണ്ടേ, നമുക്കത് മെസ്സേജ് വരണം. ബാങ്കിൽ നിന്ന് നമ്മുടെ ഒരു പൈസ പോകുന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണം, മെസ്സേജ് വരണം. അതുപോലെ എന്ത് ചെയ്തിട്ടില്ല, അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ബാങ്കിൽ നടക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എത്ര പൈസയോളം പോകുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അവരങ്ങനെ ഓട്ടോമാറ്റിക് കട്ടുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ ഇസാഫ് ബാങ്കിൻ്റെ ഈ ഒരു കൊള്ളയടി, സാധാരണക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബാങ്ക്. അപ്പോൾ ഇതിൻ്റെ ലീഗലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അതിൻ്റെ എന്തെങ്കിലും അറിയുന്നവർ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ചോ, ഒന്ന് ചെക്ക് ചെയ്തോട്ടോ.